ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഡിന്നറ് ഇഡ്ഡലി ആൻഡ് സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം കുക്കറിലിട്ടു. പരിപ്പ്, പിന്നെ ഒരു കട്ടക്കായം അതും ചേർത്ത് കുക്കറിൽ വേവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോവിലോട്ട് വെച്ചു. നെക്സ്റ്റ് സ്റ്റോവിൽ അതിൻ്റെ കടുക് വറക്കാൻ പോവാണ്. അപ്പം അതിനാവശ്യമുള്ള കോക്കനട്ട് ഓയിൽ, കുറച്ച് കടുക്, കുറച്ച് ഉലുവ ഒക്കെ പൊട്ടിച്ച് സവോളയല്ല, കൊച്ചുള്ളി ഷാലറ്റ്സാണ്. ഒരു ഇച്ചിരി സൈസ് വലുതായിട്ടുള്ള കൊച്ചുള്ളിയായി പ്രാവശ്യം കിട്ടിയത്. അപ്പം ആ ഷാലറ്റ്സ് അരിഞ്ഞത്, പിന്നെ ഇനിയും അതൊന്ന് നന്നായിട്ട് സോട്ടായി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കും. അത് നന്നായിട്ടൊന്ന് പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം ഈ പൊടിയെല്ലാം സാമ്പാറിന് വെജിറ്റബിൾസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ഉപ്പ് നോക്കണം. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇച്ചിരി ഉപ്പിട്ടു. പിന്നെ വെജിറ്റബിൾസ് ഇട്ടപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സാമ്പാർ പൗഡർ ബ്രാഹ്മിൻസ് സാമ്പാർ പൗഡറാണ്. എനിക്ക് ഇച്ചിരി നന്നായിട്ട് തോന്നിയ സാമ്പാർ പൗഡർ. അപ്പോൾ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ ഒരു പൊടിയും ചേർത്തില്ല, ജസ്റ്റ് സാമ്പാർ പൗഡർ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കട്ടക്കായം ഞാൻ ചേർത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്ന സമയത്ത് പരിപ്പും അതിൻ്റെ കൂടെ കട്ടക്കായവും ചേർത്തു. അപ്പോൾ കുക്കറിൽ അതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ടൊമാറ്റോ നല്ലപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം പുളി എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടില്ല, അതിന് പകരം ഒരു 1-2 ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലപോലെ വെന്തു. അപ്പം ഞങ്ങൾ ഇവിടെ സാമ്പാറിന് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ കഴിക്കത്തില്ല, ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ചാണ് കുക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സാമ്പാർ പൗഡർ ഇട്ട കടുക് വറുത്ത ആ മസാല അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ, സാമ്പാർ റെഡിയായി. പിന്നെ ഇഡ്ഡലിയാണ് ഇനി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇഡ്ഡലിക്ക് തലേദിവസം മാവൊക്കെ അരച്ച് അതെല്ലാം നല്ല റെഡിയായി പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇലക്ട്രിക് അവനിൽ കയറ്റി വെച്ചിട്ടാണ് അത് മാവ് ഞാനൊന്ന് ഫെർമെൻ്റ് എടുക്കുന്നത്. ഇവിടെ തണുപ്പുള്ളതുകൊണ്ട് ഇച്ചിരി പാടാം. അപ്പം ഇഡ്ഡലി മാവൊക്കെ നല്ല പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് അത് ഇഡ്ഡലി കുട്ടകത്തിലോട്ട് മാവൊഴിച്ച് ഇഡ്ഡലിയെല്ലാം കുക്ക് ചെയ്തെടുത്തു. പിന്നെ സാമ്പാറിനും ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കി അതുമൊക്കെ റെഡിയായി. അപ്പോൾ ഇഡ്ഡലി സാമ്പാർ റെഡി.